അല്ല നല്ല കലക്കം പടമാന്ന് പറഞ്ഞാ. എടോ നമുക്ക് ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് പോവാം. ഓ മൈനാക പൊന്മുടിയിൽ പൊന്നിനി ആ പാട്ടുണ്ടോ? ആ ഉണ്ട്. ഉണ്ടെങ്കിൽ ഇട്. പറയുമ്പോ തന്നെ മൈനാകം വരുമോ നോക്കട്ടെ. താനിട് പറയുന്നത് കേട്ടാ മതി. പോയാ മതിയായിരുന്നു. നമുക്ക് കുറെ സമയമുണ്ട്, യാതൊരു ധൃതിയില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് കയറിയാ മതി. എന്തൊരു അനുഭൂതിയല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് അമ്മേനെയും കൂട്ടാം അല്ലേ? വേണ്ടേ, നമുക്കേ കുറച്ചധികം പഞ്ചാമൃതം വാങ്ങിയിട്ട് ശാലിനിയുടെ വീട്ടിൽ കൊടുക്കാം. അച്ഛനും അമ്മയ്ക്ക് ഹാപ്പി ആയിക്കോട്ടെ. അതൊന്നും വേണ്ട, നമ്മളിവിടെ കയറിയ കാര്യം എന്റെ വീട്ടുകാർ അറിയണ്ട. വാ. ഒരാഴ്ച കടന്നുപോയതറിഞ്ഞില്ല. നിരീശ്വരവാദിയായ സോമൻ ചേട്ടൻ എൻ്റെ തടി കുറയ്ക്കാനുള്ള ആദ്യപടിയായിട്ടാണ് ഈ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു. സജി, എൻ്റെ 1500 താറാവിനെയാ കഴിഞ്ഞ ഡിസംബർ കൊന്നു കളഞ്ഞത്. അതിൻ്റെ നയാ പൈസ ഗവൺമെന്റിൽ നിന്ന് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. നഷ്ടപരിഹാരം കിട്ടാതെ അടുത്ത തവണ ഒറ്റ താറാവിനെ പോലും തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അടുത്ത വർഷവും പക്ഷിപ്പനി വരുമെന്ന് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ല, എൻ്റെ ദണ്ണം കൊണ്ടാ. എന്റെ ചേട്ടാ, സോമൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പേടിക്കുന്നത് എന്നാത്തിനാ? സോമൻ ഞാൻ പറഞ്ഞ അവന് തള്ളിക്കളയാൻ പറ്റത്തില്ല, അതാണ്. സൈചേട്ടൻ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞല്ലേ അവിടെ സാങ്ഷൻ ഒന്നും ആയിട്ടില്ല. പിന്നെ എന്തിനാ വള്ളി കേസൊക്കെ കയറി പിടിക്കുന്നത്? വള്ളി കേസോ? നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിച്ചാ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന താറാവിനെ മൊത്തം ഞങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞത്. നീ ഒന്നും ഉണ്ടായിരുന്നേ? എടാ ഞാൻ പറഞ്ഞോ കത്തിക്കാൻ, സൈചേട്ടൻ ഞാൻ പറഞ്ഞോ കത്തിക്കാൻ. എവിടുന്നോ എന്തോ കേട്ട് ആ മിണ്ടാപ്രാണികളെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അവരെ പ്രാക്കാണെന്ന് കരുതിയാൽ മതി. ഓ പിന്നെ ഈ സർക്കാരിന്റെ ഇൻട്രസ്റ്റ് വന്നാൽ പിന്നെ ഞങ്ങൾ എന്നെ ചെയ്യാനാ? സമരം ചെയ്യണം, അതിനല്ലേ സമരമുറകളുള്ളത്. എന്റെ പൊന്നു സോമ, കാർഷിക ലോൺ എടുത്ത് കൃഷി ചെയ്ത ഈ പാവങ്ങൾ എന്നാ ചെയ്യാനാ? ചെയ്താൽ തന്നെ ഇനി ഇവരുടെ കൂടെ ആര് നിൽക്കും? ഇതിന്റെ സാങ്ഷനൊക്കെ നേരത്തെ ആയതാണ്. ജില്ലാ സെക്രട്ടറി രമേശ് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതിന്റെ NOC കൊടുക്കാതെ നിങ്ങളുടെ ഹെഡ് ഓഫീസർ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഗവൺമെന്റിന് ഓർഡർ കിട്ടിയതിനു ശേഷം നമുക്ക് അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ സോമ? നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? എന്ത് ഉത്തരവാദിത്തമാണോ സാറേ? ആ പാവങ്ങൾ ഇങ്ങനെയിട്ട് നടത്തിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ചില്ലറടയൊന്നും വിചാരിച്ചിട്ടാണോ? പച്ച മലയാളത്തിൽ പറഞ്ഞ കൈക്കൂലി. സൂക്ഷിച്ച് സംസാരിക്കണം സാറേ. ഇതിൽ കൂടുതൽ സൂക്ഷിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല സാറേ. സാർ എത്രയും പെട്ടെന്ന് ഫണ്ട് റിലീസ് ചെയ്തില്ലെങ്കിൽ നാളെ ഓഫീസിന് മുമ്പിൽ ഞാൻ കൊടികുത്തും. അത് കഴിഞ്ഞ തവണ ഏറുമാടം കെട്ടിയതുപോലെ ആയിരിക്കില്ല സാർ, കുറച്ച് പേർക്കേണ്ടി വരും. എന്താ ഭീഷണിയാണോ? അതെ, സാറിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് മീഡിയനെയൊക്കെ അറിയിക്കാൻ. എന്റെ പൊന്ന് സോമ, ഒരു 2 ദിവസത്തിനകത്ത് ഞാനതൊക്കെ ചെയ്തേക്കാം. സാറേ 2 ദിവസം, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പറയാനുള്ള മര്യാദ കൂടി ഞാൻ കാണിച്ചെന്ന് വരത്തില്ല. ഓ ശരി ശരി. ആ വണ്ടി വന്നല്ലേ? അവിടെ എല്ലാം ഞാൻ കാണിച്ചു തരണം. ഞാൻ തുടച്ചോളാം. 2 ഇറക്കി വെക്കട്ടെ. നീനെ റോസിയും രമണിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയതാണല്ലോ, പിന്നെ ആരാ കൊണ്ടുപോകാത്ത? ചേട്ടാ 2 കൂടുതൽ വെച്ച ഈ സാധനം ചീഞ്ഞു പോകത്തൊന്നുമില്ല. എടാ ഈ മാസം ആരെങ്കിലും കടയിൽ വരാനോ? എല്ലാ മാസവും മുടങ്ങാതെ വരുന്ന ഒരുത്തനുണ്ടല്ലോ, ആ കൃതാവ്. അവൻ വന്നിട്ടില്ല. ആരാ? സോമന? അത് തന്നെ. എടാ ഒരു ബോക്സ് എടുത്തോ. ഒരെണ്ണം മതിയോ? ആ സോമ നീഞ്ഞു വന്നേ.
കൺഗ്രാചുലേഷൻസ്. എന്തിന്? അപ്പൊ ആ രക്തത്തിനൊക്കെ പങ്കില്ലേ? ഏത് രക്തത്തില്? ആ പഴനി മീൻ പിടിക്കാൻ പോയ ഗ്യാപ്പില പരീക്കുട്ടി പണി നടത്തിയത്. നീ വീട്ടിലോട്ട് ചെല്ലി. നല്ല ഫ്രഷ് നെല്ലിക്കയാ, 2 കിലോ ഇരിക്കട്ടെ. ഇതെന്നാ പതിവില്ലാതെ? എടാ ഇവർക്ക് വിശേഷം ഉണ്ടടാ. ഡോക്ടർ പറഞ്ഞത് പ്രകാരം 8-ാം തീയതി കരിമ്പൂരാടം നക്ഷത്രം. പ്രശ്നമാണല്ലോ. എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ച് 10-ാം വയസ്സിൽ കുഞ്ഞിൻ്റെ അച്ഛന് ആയുസ്സിന് കേടാ. മുന്തിയത് അന്തക്കാല. മരണം ഏകദേശം ഉറപ്പാ. എന്തെങ്കിലും പരിഹാരമുണ്ടോ? ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഒരൊറ്റക്ക സംഖ്യ ദക്ഷിണ വെച്ചോളൂ. പ്രതിവിധി പറയാം. ഞാൻ കൊടുക്കാം. പ്രതിവിധി എന്താന്ന് വെച്ചാൽ കരിമ്പൂരാള നാളിൽ കുഞ്ഞ് ജനിക്കരുത്. അതെങ്ങനെ? നല്ലൊരു നാൾ നോക്കി സിസേറിയൻ അവിടെ ചെയ്യാം. എങ്ങനെയുണ്ട്? ബെസ്റ്റ്. 500 പോയി. അതായത് ഭരണിയാണ് ഉത്തമം. ശരി. നീ കേട്ടോ, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നീ പറയുന്ന കാര്യം നടക്കത്തില്ല. കണിയാൻ പറഞ്ഞ അച്ചട്ടാ സോമൻ ചേട്ടാ. അയാളോട് ഒരു പോകാൻ ദിവസം പറ. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. നമുക്ക് മനസ്സമാധാനമല്ലേ വേണ്ടത്? വിശ്വാസമാണ്, മനസ്സമാധാനമല്ല. പറയുന്നത് സോമൻ ചേട്ടാ. ചേട്ടാ പെണ്ണ് പറ്റില്ല. അതിനു മുമ്പ് നക്ഷത്രവും കിടി ജാതകവും കുറിച്ചു. തന്ത തട്ടിപ്പോകുന്നല്ലേ? ഇതിനുള്ള മറുപടി ഞാൻ കൊച്ചിന്റെ 10-ാം വയസ്സിൽ പറയാം. ശാലിനി, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. പതിവില്ലാതെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. എന്നതാ കോള്? എൻ്റെ ദേഹത്തൊരു പോറിൽ വീഴുന്നുകൂടി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിന്നെ വയറ്റിൽ കത്തി വെക്കും. അതിന് നമുക്ക് ഈ പ്രസവം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താം. വിവരമില്ലേ നിങ്ങൾക്ക്? പ്രസവം ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ, പിന്നല്ലേ വീട്ടിൽ വെച്ച്. ശാലിനി, പ്രസവം ഒരു പ്രക്രിയയാണ്, അത് നടന്നോളൂ. തേങ്ങാ കൊലയാണ് പ്രക്രിയ എന്നൊക്കെ ആണുങ്ങൾക്ക് വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. സോമൻ ചേട്ടന്റെ പിടിവാശി ഇവിടെ കാണിക്കല്ലേ. ഞാൻ എൻ്റെ കൈ വെച്ച് എന്തോരം പ്രസവം എടുത്തിരിക്കുന്നു. പശുവിന്റെ പ്രസവം എടുക്കുന്ന പോലെയാണോ ഇത്?